ദാസ് അതുപോലെ കുറേ ഫിലിം ഡയറക്ടേഴ്സൊക്കെ ലൈക്ക് ചെയ്ത് കണ്ട്, അതുപോലെ തന്നെ കുറേ ആക്ടേഴ്സ് അനൂപ് അനിൽ, അതുപോലെ തന്നെ സീരിയൽ ആക്ടേഴ്സ് അവരൊക്കെ എൻ്റെ ഇതിങ്ങനെ ലൈക്ക് ചെയ്ത് ഞാൻ കണ്ട്, കുറേ ഇൻഫ്ലുവൻസേഴ്സ് ലൈക്ക് ചെയ്ത് കണ്ട് ഭയങ്കര സന്തോഷം. വിചാരിച്ച പോലെ തന്നെ 21-ാം തീയതി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ശരിക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചിപ്പൂസ് വ്ലോഗ് ആൻഡ് ഇറ്റ്സ് മീ ചിപ്പു ഹിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊന്നിയത്തിന് പോകുന്നൊരു വ്ളോഗാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഞാനിങ്ങനൊരു വ്ളോഗ്, കഴിഞ്ഞതിന് മുന്നത്തെ വർഷം ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു പൊന്നിയത്തിന് പോകുന്നത്. അപ്പോൾ ഈ വർഷം പൊന്നിയത്തുണ്ട് കളരിയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പ്രകടന വേദിയാണ് ഈ പൊന്നിയത്തങ്കം. തലശ്ശേരിയിലാണ് വരുന്നത്. ആക്ച്വലി ഇന്ന് നോമ്പുണ്ട്. ഈ മാസത്തിൽ ഞാൻ എടുക്കുന്ന ആദ്യത്തെ വ്ളോഗാട്ടത്. നോമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ജലദോഷവും കാര്യമുണ്ട്. അത് മാത്രമേ എനിക്ക് പേടിയുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. രാവിലെ കുളിച്ചു. നമുക്കൊരു 3.5 മണിക്കൂർ ട്രാവലാണ് ഇവിടെ നിന്നുള്ളത്. നല്ല ജലദോഷമുണ്ട്. അപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. ഞാനൊന്ന് ഫേസ് റൈസ് ചെയ്തപ്പോൾ ഇവിടെ 2 ദിവസം ഇവിടെയൊക്കെ ഒരു കുരു വരുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് സത്യം മനസ്സിലാവുന്നില്ല. ഞാൻ മുൾട്ടാണി വെട്ടി ഫേസ് പാക്ക് ഇടാന്ന് കരുതി. അപ്പോൾ മുൾട്ടാണി വെട്ടിയാണ് പെട്ടെന്ന് ഇടാൻ. ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് ഇടാൻ പറ്റിയത് ഫേസ് പാക്ക്. കാരണം മുൾട്ടാണി വെട്ടിയാണ് നല്ല എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ കുറച്ചെടുത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വാഷ് ഓഫ് ചെയ്ത് കളയാം. എന്താ പറയുക, എന്ത് വെള്ളം വെച്ച് മിക്സ് ചെയ്യാട്ടോ. ഞാൻ വെള്ളമായിട്ടാണ് മിക്സ് ചെയ്യാറ്. റോസ് വാട്ടറായിട്ട് മിക്സ് ചെയ്യുന്നവരുണ്ട്. ഞാൻ വെള്ളം വെച്ച് ജസ്റ്റ് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യും, തേക്കും, അത്രേ ഉള്ളൂ. സിമ്പിളാണ്, പിന്നെ എഫക്റ്റീവ്. ആൽഫ ബോഡിയിൽ എണീറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. പെട്ടെന്നായി ഉണങ്ങും ചെയ്യും. എനിക്കിപ്പോൾ ഇനി ആകെ 1 മണിക്കൂറുള്ളൂ മാറ്റാനും പാക്ക് ചെയ്യാനൊന്നുമില്ല. യൂണിഫോം ഇട്ടിട്ടാണ് പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. നന്നായിട്ടുണ്ട്. അത് ഇറച്ചിക്കറി എനിക്കല്ല കേട്ടോ, ഇത് നോമ്പുണ്ട്. ഇന്ന് ഫസ്റ്റ് ഇവൻ്റ് അല്ല, ഞങ്ങൾ 2-3 വട്ടമാണ് ഞങ്ങൾ കളരി വരുന്നത്. എന്താ പറയുക, ഞാൻ 2 വർഷം മുന്നേ ഞാൻ ഈ വ്ളോഗ് എടുത്തിട്ടുണ്ട്. പൊന്നിയത്തിന് വാഷ് ചെയ്ത് കളഞ്ഞ് ഒരു ഡ്രൈനെസ് വരും. കണ്ടോ അവിടെ ഞാനൊരു അല്ലാത്ത പക്ഷം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മുൾട്ടാണി വെട്ടിക്ക് നല്ല ഗ്ലോ ആക്കി തരുന്ന സാധനമാണ് ഈ മുൾട്ടാണി വെട്ടി. അപ്പോൾ ഇനി ഞാൻ പോയി ഡ്രസ്സ് മാറ്റട്ടെ, എന്നിട്ട് കാണാൻ മാറ്റി. ഒന്നും ചെയ്തിട്ടില്ല, സൺസ്ക്രീനും മോയ്സ്ചറൈസറും തേച്ചിട്ടുള്ളൂ. ഇതാണ് എൻ്റെ ബാഗ്. ഞാൻ എടുക്കുക മീഷോ 5 ബാഗൊക്കെ ഇതാണ് എടുക്കുന്നതിൽ. ഞാൻ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, എനിക്ക് ഇടാനുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നോമ്പുണ്ട്. അപ്പം ഞാൻ ഉറങ്ങാൻ പോകണം. നല്ലല്ലേ, നീ നല്ല ക്ഷീണം. വെയ്യ ചായ എത്ര രൂപ കൊടുക്കുന്നത്? ഞാനൊരു ചത്ത കുലത്തിലാണ് കൈസ്. അതാണ് ഞാൻ ഇങ്ങനെ മുഖം കെട്ടിക്കണത്. അതൊന്നും മുഖം സെറ്റാവാണ്ട്. അപ്പോൾ റെഡിയായി മുഖമൊക്കെ. ഈ ലിപ്സ്റ്റിക് കൂടി ഇടാനുള്ളൂ. ഇന്ന് നോമ്പ് പറഞ്ഞിട്ട് കണ്ണ് എഴുതി ഒന്ന് കോമ്പാക്ട് പൗഡർ ഇട്ട് കെട്ടാക്കി. അപ്പോൾ തന്നെ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. കാര്യങ്ങളാണ് ഗൈസ്. രസമുണ്ടാവും അല്ലേ?
നോമ്പറക്കുമ്പോ അങ്ങനെയില്ല തണുപ്പ്. അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറന്നതിൻ്റെ ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് പരിപാടി ഉണ്ടായിരുന്നത്. ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഇൻട്രോ പോലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ അറിയുന്ന പേര് വന്നിട്ട് ഇതിൻ്റെ അടുത്ത് കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്ര ഷൂട്ട് ചെയ്യാൻ പറ്റിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഫുഡ് അവിടെ നിന്ന് കഴിച്ചില്ല. ഫുഡ് ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കുകയാണ് ചെയ്തത്. നല്ല ടയേർഡ്, നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബോഡിയൊക്കെ. പക്ഷേ കുഴപ്പമില്ല, അതൊക്കെ ഒരു പാർട്ടല്ലേ. ഹായ്, അപ്പോൾ നിങ്ങളിതുവരെ കണ്ടത് ഞാൻ പൊന്നത്തിന് പോയ നോമ്പ് ഇറക്കുന്നവരെ കണ്ടിട്ടുണ്ടാവില്ലേ. അത് കഴിഞ്ഞിട്ട് പരിപാടി കാര്യങ്ങളൊക്കെ നടന്നു. കഴിഞ്ഞ ശേഷം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഫോൺ ഓഫായി. എനിക്ക് അറിയണ്ടായിരുന്നു ഫോൺ എന്തായാലും ഓഫാവും എന്നുള്ളത്. അപ്പോൾ അതത്ര ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അവിടുന്ന് കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. 4 ടീമാണ് ഉണ്ടായിരുന്നത് കളരിയുടെ. അതിൽ 4ാമത്തെ ടീമായിരുന്നു ഞങ്ങൾ. അതിൻ്റെ മുന്നേ കയറണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ പറ്റിയില്ല. 4ാമത്തെ ഷെഡ്യൂൾ പ്രകാരം തന്നെയാണ് കയറിയത്. ടെൻഷൻ ഉണ്ടായിരുന്നോ ചോദിച്ചാൽ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്ന് വല്ലാണ്ട് അങ്ങോട്ട് ഇതില്ലായിരുന്നു. നന്നായി ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുണ്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്, ആക്ച്വലി ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്, കെഫി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ എന്നെ കൂടുതൽ എന്താ പറയുക, എൻ്റെ ഒരു വീഡിയോ ഏറ്റവും കൂടുതൽ വൈറലായത് പൊന്നിയത്ത് എന്നത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ പൊന്നി എന്ന് പറഞ്ഞാൽ എന്നൊരു സ്പെഷ്യലാണ്. ഇന്നെ കുറേ പേർക്ക് എന്നെ അറിയാൻ തുടങ്ങിയത് എന്താ പറയുക പൊന്യത്തിൻ്റെ വേദിയിൽ നിന്നാണ് കേട്ടോ. ആണ് പൊന്നൊരു സ്പെഷ്യലാണ് എനിക്കെന്നും. പക്ഷെ അന്ന് ഫസ്റ്റ് ഇറങ്ങിയ വീഡിയോ ഞാൻ കാണിക്കാം. ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇവിടെ ഇങ്ങനെ വീഡിയോ വരും, അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരും നല്ല വീഡിയോസ് ഉണ്ട്, അതൊന്നും ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല, കാരണം എനിക്ക് അറിയില്ല. അപ്പോൾ അന്ന് ആ വീഡിയോ ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത്രയും ക്ലാരിറ്റിയിലൊരു വീഡിയോ എന്നുള്ള രസമുണ്ടല്ലേ എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. കാരണം അതുവരെയൊക്കെ നമ്മൾ ഫോണിൽ എടുക്കുന്നത് അല്ലെങ്കിൽ അന്നാണ് ഐഫോൺ ഇല്ല തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്തിട്ടാണ്. അപ്പോൾ എൻ്റെ ഒരു നല്ല വീഡിയോസ് ഒന്നും കിട്ടാറില്ല. എന്തോരം വേദി, എന്തായാലും ഒരു 500ൻ്റെ ഉള്ളിലുള്ള വേദിയിൽ ഞാൻ സ്റ്റേജ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നും എനിക്ക് നല്ല രസമുള്ള വീഡിയോസൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അന്ന് ആദ്യമായിട്ട് കിട്ടിയൊരു നല്ലൊരു വീഡിയോ എന്ന് പറഞ്ഞത് അതായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അത് പിന്നീട് ഷംസീർ അത് പോസ്റ്റ് ചെയ്യലും അതങ്ങനെ റീച്ചായിപ്പോയി. ഞാൻ കുറച്ച് ഹൈപ്പിലായിരുന്നു. എനിക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി, കുറേ ട്രോഫീസ് മൊമെൻറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനെ ബേസ് ചെയ്ത്. അതുകൊണ്ട് പൊന്നിയും ഭയങ്കര എനിക്കിഷ്ടമാണ്. 2ാമത്തെ പ്രാവശ്യം ഇറങ്ങുന്ന സമയത്ത് നമുക്ക് മനസ്സിലായത് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെ ഇറങ്ങിയത്. പക്ഷേ എന്നാലും എനിക്ക് വീഡിയോ ഉണ്ടാവണമെന്ന് ഞാൻ വിചാരിച്ചൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയത് എനിക്ക് തന്നെ ഒരു ഓർമ്മയില്ല, അങ്ങനത്തെ ഒരു ലെവലിൽ നിൽക്കുമ്പോഴായിരുന്നു പൊന്നിയത്ത് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ. അപ്പോൾ പക്ഷെ അതിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്താണ്, ഞാൻ എന്തോ ഒരു ഹാലിൽ നിൽക്കണം, ആ ഒരു വീഡിയോ ആണ് വന്നത്. പിന്നെ ഞാനത് വിട്ട്. പിന്നെ ഇത്തവണ ഒന്നും കൂടിയും സെറ്റാക്കിയിട്ട് പയറ്റണം എന്ന് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. നന്നായി എടുക്കണം. പിന്നെ നമ്മളൊരു ടൈം വരെ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വീഡിയോ ഭയങ്കര കത്തിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. ഒന്നും മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ പോയി. പിന്നെ നമ്മൾ അടുത്ത ആൾക്കാർ വരും, അല്ലെങ്കിൽ നമ്മൾ ആൾക്കാർ മറക്കും, പിന്നെ പുതിയ ആൾക്കാർ അങ്ങനെ പോകും. ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, അത്യാവശ്യം ഫോളോവേഴ്സ് അത്രയൊന്നുമില്ല, എന്നാൽ ഒരു 55K ഫോളോവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കുറഞ്ഞു. ഞാനതിൽ ആക്റ്റീവ് ആയിരുന്നില്ല, ഞാൻ പോസ്റ്റും വീഡിയോസൊന്നും ഇടുന്നില്ല. അപ്പോൾ നല്ല കുറവായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്തിട്ടേ ഇല്ല. പിന്നെ വല്ലപ്പോഴൊക്കെ പോസ്റ്റും സ്റ്റോറി ഇടാന്നല്ലാണ്ട് പിന്നെ അതിൻ്റെ കൂടുതലായിട്ട് നിൽക്കാറില്ല. അങ്ങനെ ഇപ്രാവശ്യം എനിക്ക് വരുമ്പോഴും എല്ലാവർക്കും ആ ഒരു ടൈറ്റിലേ അറിയാം, അങ്ങനെയാണ് ആൻഷിഫ അല്ലെങ്കിൽ അർക്കലൈഷ എന്നൊക്കെ പറയുന്ന കുട്ടി നന്നായി വേഷം നന്നായി എടുക്കുന്നുള്ള. എന്നാലും കണ്ണൂർക്കാർക്ക് ഒരു തിരി സ്നേഹം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് മെസ്സേജസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ.
അങ്ങനെ ഇപ്രാവശ്യം ഞാൻ എന്ത് ഫസ്റ്റ് ഇറങ്ങിയ യൂണിഫോമില്ല അതന്നെ ഇടാന്ന് കരുതി. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് കറുപ്പും ചുവപ്പും ആ യൂണിഫോം തന്നെ ഇട്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത്. പുതിയ യൂണിഫോമൊന്നും അടിച്ചാൽ ഇട്ടില്ല. അങ്ങനെ ആ യൂണിഫോം ഇട്ടാണ് ഇറങ്ങിയത്. വിചാരിച്ച പോലെ തന്നെ എല്ലാവർക്കും മനസ്സിലായി ആ കുട്ടി തന്നെയാണ് ഈ കുട്ടി എന്നുള്ളതും. അതുപോലെ തന്നെ ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേ നന്നായി എടുക്കാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നന്നായി പറ്റാൻ പറ്റി. കാരണം അതിന് മുന്നേ 2 പരിപാടി ഉണ്ടായിരുന്നു, കോയമ്പത്തൂരും ബാംഗ്ലൂരും. അപ്പോൾ ആ ഒരു 2 പരിപാടി നടന്ന ശരിക്കും ഒരു റിഹേഴ്സൽ പോലെ ആയി. കാരണം പുതിയ കുറേ ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ സ്റ്റേജിൽ എടുത്തുകൊണ്ട് ഇത് കുറച്ചും കൂടി കോൺഫിഡൻസ് കൂടി നന്നായി ചെയ്യാൻ പറ്റി. ഒരൊറ്റ പരിപാടിയും ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ പ്രാവശ്യം ഇറങ്ങിയാൽ. പിന്നെ അത്യാവശ്യം ജനങ്ങൾ. അപ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാം ഏത് ഡേറ്റ്. നമുക്ക് 16 തൊട്ട് 22 വരെയാണ് പുണ്യത്താൻ കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൽ ഏതെങ്കിലും ഡേറ്റ് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള ദിവസമൊക്കെ വർക്കിംഗ് ഡേ ആണ്. 21, 22 ആണ് വീക്കെൻഡ്സ് വരുന്നത്, സാറ്റർഡേ സൺഡേ വരുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചോദിച്ചാൽ സൺഡേ എടുക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ സൺഡേ എടുക്കേണ്ട, സൺഡേ ഓൾറെഡി ബുക്ക്ഡ് ആണ് ആക്ച്വലി. അപ്പോൾ നമുക്ക് നിങ്ങൾ വാശി പിടിക്കാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക്. ഞാൻ വേണ്ട, നമുക്ക് 21 എടുക്കാം സാറ്റർഡേ, കാരണം പിറ്റേ ദിവസം സൺഡേ ആണ്. അപ്പം രാത്രി കുറേ പേരുണ്ടാവും എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, ഞാനാ പറഞ്ഞപ്പോൾ നമുക്ക് 21 എടുക്കാമെന്ന് വിചാരിച്ച പോലെ തന്നെ 21 ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ശരിക്കും എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. കാരണം കണ്ടിന്യൂസ് ഡേയ്സിൽ ഇത്രയും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മടുക്കുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇല്ല, കുറേ പേര് ഞങ്ങൾ ഇവൻറ്റ്സ് കാണാൻ വേണ്ടി വന്ന ആൾക്കാരുണ്ട്. അത് ഭയങ്കര സന്തോഷം. കുറേ പേര് പറഞ്ഞു ഞങ്ങൾ നിൻ്റെ ഇവൻറ്റ്സ് കാണാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ആൻഡ് കുറേ പേര് നമ്മൾ അവിടെ പ്രോഗ്രാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ബസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഫസ്റ്റത്തെ വീഡിയോ വന്നിട്ടുണ്ട്. പിന്നെ വിചാരിച്ച പോലെ തന്നെ വീണ്ടും കുറേ വീഡിയോസ് കുറേ പേര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. കുറേ പേര് പോസ്റ്റ് ചെയ്തു. വീണ്ടും അക്കൗണ്ടിൽ അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളും കൂടി. അതുപോലെ തന്നെ 2-4 വീഡിയോസൊക്കെ മില്യൺ അടിച്ച്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് പോയിട്ട് നമുക്ക് കുറേ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ, ആ ഒരു ഫീലിംഗ് ആയിരുന്നു. അടുത്ത വർഷം ഇറങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അടുത്ത വർഷം എനിക്ക് ഇറങ്ങാൻ പറ്റുമെന്ന്. ഇതെന്തായാലും ഇറങ്ങിയത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഞാൻ എടുക്കുന്നതിനുള്ള വീഴൊക്കെ ചെയ്തിട്ടാ, അത് വേറെ കാര്യം. പക്ഷേ കുഴപ്പമുണ്ടായില്ല. വീട് വെച്ചിട്ട് കുറേ പേര് വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ പേര് നമ്മളെ കളരിയിൽ തന്നെ കുറേ പേര് വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്. അത് ഭയങ്കര സന്തോഷം. എല്ലാവർക്കും ഒന്നായിട്ട് എടുക്കാൻ പറ്റി. അങ്ങനെ ഈ വർഷത്തെ പൊന്നും അങ്ങനെ കഴിഞ്ഞു. നമ്മൾ വന്ന് വീട്ടിലെത്തിയിട്ടും പിറ്റേ ദിവസം 2 ദിവസമൊക്കെ ഫുൾ ആ ഹാങ്ങിൽ തന്നെയായിരുന്നു. കാരണം അത്യാവശ്യം മെസ്സേജസും കമൻസും, അതുപോലെ തന്നെ ഒരു വീഡിയോ കുറേ സെലിബ്രിറ്റീസ് ലൈക്ക് ചെയ്ത് കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളെ കുസൃതി ദാസ്, അതുപോലെ കുറേ ഫിലിം ഡയറക്ടേഴ്സൊക്കെ ലൈക്ക് ചെയ്ത് കണ്ട്, അതുപോലെ തന്നെ കുറേ ആക്ടേഴ്സ്, അനൂപ് അനിൽ, അതുപോലെ തന്നെ സീരിയൽ ആക്ടേഴ്സ്, അവരൊക്കെ എൻ്റെ ഇതിങ്ങനെ ലൈക്ക് ചെയ്ത് ഞാൻ കണ്ട്. കുറേ ഇൻഫ്ലുവൻസേഴ്സ് ലൈക്ക് ചെയ്ത് കണ്ട് ഭയങ്കര സന്തോഷം. അവരെല്ലാം എത്തി വീഡിയോ എന്ന് അറിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്. ആക്ച്വലി യൂട്യൂബേഴ്സിനെ അറിയില്ല, മീൻസ് എൻ്റെ യൂട്യൂബ് ഫാമിലിക്ക് അറിയില്ല എനിക്ക് ഇൻസ്റ്റയിൽ ഇങ്ങനെ സംഭവം ഉണ്ട്. ഇനി ഇൻസ്റ്റത്തെ ആൾക്കാർക്ക് അറിയില്ല ഇങ്ങനത്തെ ഒരു യൂട്യൂബ് ഉണ്ടെന്ന്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.